മക്കളെ രാവിലെ തകർത്ത് പിടിച്ചുള്ള ജോലിയാണ്. ഞാനും പാറും അച്ഛനും ഉണ്ട്. ഇന്ന് ചേട്ടത്തിയുടെ മോൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അവർക്ക് ചോറ് കൊണ്ട് കൊടുക്കാനായിട്ട് അരി അടുപ്പിടുവാണ്. കുക്കറിൽ കൊല്ലിട്ട് പെട്ടെന്ന് അങ്ങ് വേവുമല്ലോ. അരിയിട്ടു. പാറു രാവിലെ പുട്ട് പുതിയ രൂപത്തിലാക്കും കേട്ടോ. ഞങ്ങൾ പഴയ രൂപത്തിൽ തന്നെ പുട്ട് കഴിച്ച് ഞാൻ കണ്ട് ഒരു ചില്ലി പുട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് പുട്ടും പപ്പടവും പയറുമായിരുന്നു കേട്ടോ. ചെറുപയർ തോരനുമായിരുന്നു. അപ്പോൾ അത് കുറച്ച് പയറും എടുത്ത് പുട്ട് ഞാൻ കഴിക്കുമോ മക്കളെ. അപ്പോൾ പിന്നെ ഇവിടെ പട്ടിക്കൊക്കെ ഉള്ള ചോറാണ് നമ്മുടെ നായ്ക്കുട്ടന്മാർക്ക്. പിന്നെ ടെടി അകത്ത് കയറുന്നതിനെ വഴക്ക് പറഞ്ഞതിനാണ്ട് വന്ന് കിടന്ന് പുട്ടുമൊക്കെ കഴിച്ചിട്ട് കിടക്കും. പിന്നെ കയറ്റത്തില്ലോ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ അവിയലിനൊക്കെ എല്ലാം കഴുകാൻ വിട്ടു. പിന്നെ മീനെ നായ്ക്കുട്ടന്മാർക്കും പൂച്ചയ്ക്കും ഒക്കെ ഉള്ള മീൻ കറി വെക്കുവാണ്. മീൻ മഞ്ഞപ്പൊടി പറ്റിക്കുവാണ്. നമുക്കുള്ള മീൻ കറി വെക്കുവാണ് അടുപ്പിലിട്ട്. അങ്ങനെ പിന്നെ പുളിങ്കറിയാണിത് കേട്ടോ. പുളിങ്കറി എല്ലാം വെന്തു. പിന്നെ മീൻ വറക്കുവാണ്. മീൻ വറുത്ത അവിയലിന് എല്ലാം അരപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുവാണ്. അവിയൽ അടുപ്പിൽ വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ കുറച്ച് പുളിയില്ലാത്ത തൈര് അത് ഞാൻ മോര് കാച്ചാൻ പോവാണ്. പിന്നെ മീനെല്ലാം ഇവിടെ വെന്തു. പിന്നെ ചായാമൻസ പറിക്കുവാണ് തോരൻ വെക്കാനായിട്ട്. അങ്ങനെ തന്നെ മോര് കാച്ചാനായിട്ട് ഞാൻ കടുക് വറുത്ത് താളിച്ച് കൂട്ടുമോരാണ്, പുളിയില്ലാത്തതുകൊണ്ടേ ഇടിച്ച് കായം ഒക്കെ ചേർത്ത് കൂട്ടുമോര് കാച്ചാനായിട്ട് ഒഴിച്ചു. എന്നിട്ട് പിന്നെ ചായാമൻസ തോരനും എല്ലാം റെഡിയായി. അപ്പോഴത്തേന് പാറുവിൻ്റെ സെക്ഷനാണ് മുട്ട പൊരിപ്പ്. പാറു മുട്ട പൊരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ചായാമൻസ എല്ലാം റെഡിയായി. അതെല്ലാം കോരി പിന്നെ മുട്ടയെല്ലാം റെഡിയായി. പാറു തന്നെ കട്ട് ചെയ്യുവാണ്. അവൾ തന്നെ കട്ട് ചെയ്യണം. അവിടെ നിൽക്കുമ്പോൾ സമയത്ത് കിട്ടുവിന് തലയെല്ലാം കൂടെ വെച്ചിരുന്ന് അവൻ ഇട്ട് കൊടുത്തു. അവനത് കഴിക്കുവാണ്. അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയായി മക്കളെ. അവിയൽ, മോര്, ചായാമൻസ തോരൻ, മീൻകറി, മീൻ വറുത്തത്, മുട്ട പൊരിച്ചത്, ഇത്രയായിരുന്നു കറികൾ. ഇതെല്ലാം ഞാൻ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യുവാണ്. അടുക്ക് പാത്രത്തിലോട്ടെല്ലാം മുട്ടയും അവിയലും മീൻകറിയും ചായാമൻസ തോരനും മീൻ വറുത്തതും കൂടെ ഒരു പാത്രത്തിൽ വെച്ചു. പിന്നെ മുട്ട ഒരു പാത്രത്തിൽ വെച്ചു. പിന്നെ മോര് പിന്നെ വേറൊരു പാത്രത്തിലാണ് ഒഴിച്ചത്. അല്ല ഇതിനകത്ത് ഇങ്ങനെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചോറും എല്ലാം പൊതിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ പോവാണ് ആശുപത്രിയിലോട്ട്. അച്ഛൻ ചോറ് കൊണ്ട് പോവാം. ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ പോയി. മക്കളെ ഹോസ്പിറ്റലിൽ ചോറൊക്കെ കൊണ്ടുപോയി. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവാം. അപ്പം വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ചോറ് കഴിക്കാം. അപ്പം ഞാൻ കഴിക്കട്ടെ. മീൻകറി, അവിയൽ, മോരുകറി, ചായാമൻസ തോരൻ, മീൻ വറുത്തത് എല്ലാവരും എടുത്തതിൻ്റെ കൊണ്ടുപോയതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പം ഞാനത് കഴിക്കട്ടെ മക്കളെ. കഴിക്കാം. എല്ലാവരും വാ കേട്ടോ. ശരി.